ഹായ് ഫ്രണ്ട്സ്, ആഗ്രോബീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കൃഷിയുമായിട്ട് സംബന്ധിച്ച വീഡിയോകളൊന്നുമല്ല ചെയ്യുന്നത്. ഇന്ന് നമ്മളൊരു വാഹനത്തെ പരിചയപ്പെടുത്തുകയാണ്. നമുക്കറിയാം, വാഹനത്തെ പരിചയപ്പെടുത്തുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്നൊരു തോന്നില്ല, എന്താണ് ഇവൻ വാഹനത്തെ പരിചയപ്പെടുത്തുന്നതെന്ന്. നമ്മൾ ഇടുക്കിക്കാർ എല്ലാ ദിവസങ്ങളിലും തന്നെ ഓഫ് റോഡ് ചെയ്യുന്നവരാണ്, ഒരു ഒട്ടുമുക്കാലും കൃഷിക്കാരും. നമ്മൾ ഓഫ് റോഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തിലെ ഒരു സംഭവമാണ്. അപ്പോൾ അങ്ങനെ ഒരു വലിയൊരു ഓഫ് റോഡറാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. ഇത് നമുക്ക് ഇന്ത്യയിലൊന്നും അധികം കാണാൻ കഴിയുന്ന വെഹിക്കിളല്ല. ടൊയോട്ടയുടെ 4Runner എന്ന് പറഞ്ഞൊരു വെഹിക്കിളാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ അപ്രത്യക്ഷമായിട്ട് വഴിയിൽ വെച്ച് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിനോടുള്ളൊരു അതിനോടുള്ളൊരു ആരാധന കൊണ്ട് അവിടെ നിർത്തിയൊരു വീഡിയോ എടുത്താണ്. ചെറിയൊരു വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടിയത്. അത് വഴിയിൽ ഇങ്ങനെ നിർത്തിയിട്ടേക്കുന്നുണ്ട്. അപ്പം നമുക്കെപ്പോഴും ഓഫ് റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു നമ്മൾ എന്നും ചെയ്യുന്നതാണെങ്കിലും അത് നമുക്കൊരു ഹരമാണ്. അപ്പം നമ്മളിതുവരെ ഉപയോഗിച്ചിട്ടുള്ള 4 വീല് വാഹനങ്ങൾ അതിൻ്റെ കൂടുതലും ജീപ്പ്, ജിപ്സി, ഇൻവേർട്ടർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. പിന്നെ പജൂറോ പോലുള്ള വണ്ടികൾ ഉപയോഗിക്കാൻ ചെറിയ അവസരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും മറ്റുള്ളവരുടെ വണ്ടികൾ ഉപയോഗിക്കാൻ ഒരു സാഹചര്യം കിട്ടിയിട്ടുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല, കാണാൻ കഴിയില്ല എന്ന് കഴിച്ചാൽ വ്യത്യസ്തമായിട്ടുള്ള വെഹിക്കിൾ വഴിയിൽ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അതിനുള്ള ആരാധന കൊണ്ട് ഒരു വീഡിയോ എടുത്താണ്. അപ്പോൾ ടൊയോട്ടയുടെ 4Runner എന്ന് പറഞ്ഞാൽ ഒരു 2.8 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഇത് അവൈലബിൾ അല്ല, ഇത് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത് വന്നിരിക്കുന്ന വണ്ടിയാണ്. അതിൻ്റെ ആ ഒരു ലുക്ക് കണ്ടാൽ തന്നെ നമ്മളെ ആർക്കും അട്രാക്റ്റീവായിട്ടുള്ളൊരു ലുക്കാണ്. അത്രയ്ക്ക് ഒരു കാളക്കൂറ്റൻ എന്ന് പറയാം, അത്ര ഒരു സെറ്റപ്പാണ്. അതിൻ്റെ ഒരു ഹൈറ്റും അതിൻ്റെ ഒരു കളറും ഒക്കെ ആയിട്ട് ഒരു സമയത്ത് ഇത് ശരിക്കും നമ്മുടെ ഇപ്പം മാർക്കറ്റിൽ ഇറങ്ങുന്ന ഹൈലക്സിൻ്റെ പ്ലാറ്റ്ഫോമിൽ വന്നൊരു വണ്ടിയാണ്. ഇന്ത്യയിൽ അവൈലബിൾ അല്ല, ജപ്പാനിൽ നിന്ന് വന്ന പ്രൊഡക്റ്റാണ്. അപ്പം ഇതൊക്കെ ഇങ്ങനെ കാണാൻ കഴിയുക പറയുന്നൊരു വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. അത് 4 വീൽ ഡ്രൈവ് വണ്ടി ഇടുക്കിക്കാർക്ക് എപ്പോഴും അവൻ്റെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ്. അത് 4 വീൽ ഹൗസിംഗ് ഒക്കെ ഇങ്ങനെ അടിയിൽ കാണുമ്പോൾ നമ്മളതിന് ഹൗസിംഗ് എന്നാണ് പറയുന്നത്. ശരിക്കും അതിന് പറയുന്നത് ഡിഫറൻഷ്യൽ ലോക്ക് എന്നൊക്കെ പറയും. നമുക്കറിയാം, അതിൽ 4 വീൽ ഡ്രൈവിൻ്റെ ഗിയർ അതിലാണ് എൻഗേജ് ആകുന്നത്. അടിപൊളി ഒരു വെഹിക്കിളാണ്. ഇങ്ങനെയുള്ള വണ്ടികളോട് ഭയങ്കര ആരാധനയുള്ളവർക്ക് കാണാൻ കഴിയുന്നൊരു വീഡിയോയാണ്. കൃഷിക്കാർക്ക് ഇതുകൊണ്ട് വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. പൊതുവേ ഞാനൊരു വണ്ടി പ്രേമിയാണ്, ഓഫ് റോഡിനൊക്കെ ഭയങ്കര താല്പര്യമുള്ളതാണ്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളതുകൊണ്ട് ആ വണ്ടി കണ്ടപ്പോൾ ഒരു ആരാധന കൊണ്ട് ഇടുന്ന വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. ഇതുപോലെ ചെറിയ വീഡിയോകളൊക്കെ നമ്മൾ ഇടയ്ക്ക് വേണ്ടി ഇടും. നമുക്ക് ആ വണ്ടിയോടുള്ള സ്നേഹം കൊണ്ടാണ്. തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോകളെല്ലാം ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇത്രയൊക്കെ പറഞ്ഞാൽ നമ്മൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. അടുത്ത വീഡിയോ കാണുന്നവർ എല്ലാവർക്കും നന്ദി.